ഇന്നലെ മുതൽ എൻ്റെ മനസ്സിലൊരു സംശയം, എല്ലാ മതങ്ങളും തുല്യമാണോ? പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടപ്പോൾ തോന്നിയതാ. പൊളിറ്റിക്കൽ റെട്ടറിക് എന്ന് പറയും അത് ഹിന്ദു നേതാക്കൾ, ഹിന്ദു ആചാര്യന്മാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇതേതെങ്കിലും ക്രിസ്ത്യൻ മത നേതാവ് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടില്ല. മുസ്ലിംസും പറയത്തില്ല. ഇടതുപക്ഷം, ഹൃദയപക്ഷം, മാർ കൂറിലോസ് എന്ന് പറഞ്ഞില്ലേ? പിണറായി വിജയൻ്റെ വായിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ വിവരദോഷി. അതിനോട് പ്രതികരിക്കാൻ ഞാനില്ല. ഇടതുപക്ഷം എന്നും ഹൃദയപക്ഷമാണ്. ഈ മനുഷ്യൻ പറയുമോ എല്ലാ മതങ്ങളും തുല്യമാണെന്ന്? പറയില്ല. വലിയ മതേതരന്മാരായിട്ട് ക്രിസ്ത്യൻ ബിഷപ്പുമാരെ അവരോധിക്കുന്നു, പക്ഷേ അവരാരും തന്നെ എല്ലാ മതവും തുല്യമാണെന്ന് പറയില്ല. മുസ്ലിങ്ങൾ ഒട്ടും പറയില്ല. ഇത് പറയുന്നത് ബുദ്ധിശൂന്യരായ ഹിന്ദുക്കളാണ്. ഇത് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സന്തോഷിക്കും എന്ന് ഇവർ വിചാരിക്കുന്നു. ഇന്ന് വരെ അവർ സന്തോഷിച്ചിട്ടില്ല. മോദിയും വിചാരിക്കുന്നുണ്ടോ? വിചാരിക്കുന്നുണ്ടാവും. കാരണം ഇതൊരു ലെഗസിയാണ് ഹിന്ദുവിൻ്റെ. ഇതുപോലെ കുറേ അന്ധവിശ്വാസങ്ങൾ ഹിന്ദുവിൻ്റെ ലെഗസിയാണ്. ഈ വൺ സൈഡഡ് പ്രേമം ഹിന്ദുവിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അവൾക്ക് ഇങ്ങോട്ട് യാതൊരു വികാരം, മാത്രമല്ല അവൾ മുഖത്ത് തുപ്പുകയും ചെരുപ്പെടുത്ത് അടിക്കുകയൊക്കെ ചെയ്യും. എന്നാലും ഇവൻ ഇങ്ങനെ നടക്കുന്ന ചില സ്വഭാവക്കാരുടെ ഇതുപോലെ അനശ്വര പ്രണയം, നിതാന്ത പ്രണയം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഹിന്ദുവിൻ്റെ ഒരു സെക്ഷൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അത് സ്ട്രെങ്ത് ആണെന്ന് അവർ വിചാരിക്കുന്നു. ഇതോടെ ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ. അവൻ ചേരാനൊന്നും പോകുന്നില്ല. പിന്നെന്തിനാ മോദി ഇത് പറയുന്നത്? അത് സ്വഭാവം കൊണ്ട് പറയുന്നു. സ്വഭാവം കൊണ്ട് പറയുന്നു. ഒരു ഹിന്ദു സ്വഭാവം മോദിക്കും ഉണ്ടല്ലോ. ട്രഡീഷണലി ഉള്ള സ്വഭാവങ്ങളെല്ലാം. ഇപ്പോൾ നാരായണ ഗുരു പറഞ്ഞു, പല മതസാരവും ഏകം. ആത്മോപദേശ ശതകത്തിലാണ് കേട്ടോ. പല മതസാരവും ഏകമെന്നു പാരാതുലകിലൊരു ആനയെ അന്ധരെന്ന പോലെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോവുകയാണ്. ബാക്കിയുള്ളതൊന്നും ആരും വായിക്കില്ല. പല മതസാരവും ഏകം. നാരായണ ഗുരുവിന് ഇതൊന്നും അറിയില്ലായിരുന്നോ? ഈ സാധനങ്ങളൊന്നും അറിയാം. നാരായണ ഗുരു പല മതസാരവും ഏകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പല മതങ്ങൾ, എല്ലാ മതങ്ങളൊന്നുമല്ല. അല്ല. നമ്മൾ മലയാളത്തിൽ നോക്കൂ, ചില, പല, എല്ലാം ഇങ്ങനെയാണ്. ഞാൻ ചില മാർഗമൊക്കെ നോക്കി സുനിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യങ്ങൾ നോക്കി. അപ്പോൾ സുനിൽ ഇനി ഞാൻ നോക്കാം, ഒരു താഴ് തുറക്കാനാണെന്ന് തന്നെ വെച്ചോ. ചിലതൊക്കെ ഞാൻ നോക്കി പറ്റിയില്ല. സുനിൽ വന്നു, തുറന്നു. നെക്സ്റ്റ് ഞാൻ പറയുന്നത്, ഞാൻ പല പണിയും നോക്കി ഇത് തുറക്കുന്നില്ല സുനിൽ എന്ന് വെച്ചാൽ കുറേ കൂടെ വിശദമായിട്ട് ഞാൻ നോക്കി, താക്കോൽ അങ്ങനെ ഇട്ടു, ഇങ്ങനെ ഇട്ടു, ഇറുക്കിലിട്ടു, തോണ്ടി പിടിച്ചു ഒക്കെ നോക്കി തുറക്കുന്നു. സുനിൽ വന്നു, തുറന്നു. ഞാൻ പറയുകയാണ്, ഞാൻ എല്ലാ മാർഗവും നോക്കി തുറക്കുന്നില്ല. പിന്നെ സുനിൽ വിചാരിച്ചാൽ തുറക്കാൻ പറ്റില്ല. ഇമ്പോസിബിൾ. കാരണം എല്ലാം ഞാൻ നോക്കിക്കഴിഞ്ഞു, സുനിൽ നോക്കാൻ ബാക്കിയൊന്നുമില്ല. അപ്പോൾ പല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലയെ ഒഴിവാക്കിയിട്ടുണ്ട്. പല മതസാരവുമേകം പലതാണ്. ചിലതൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ നാരായണ ഗുരു മലയാള ഭാഷ പ്രയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് പ്രയോഗിക്കുന്നത്. അത് അദ്ദേഹത്തിന് ശ്രദ്ധിക്കേണ്ട ആവശ്യം പോലുമില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെ അത് വരുള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെ സാമർഥ്യം. ഈ ഋഷിയല്ലാത്തവൻ കവിയല്ല എന്നൊക്കെ പറയുമല്ലോ. നാരായണ ഗുരുവാണ് മലയാളത്തിലൊരു അൾട്ടിമേറ്റ് കവി എന്ന് നമുക്ക് പറയാവുന്ന നാരായണ ഗുരുവിനെയാണ്. ഋഷിയുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ കവിത്വ സിദ്ധി ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഇത് പലരും ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, പല മതസാരവും ഏകം എന്ന് പറഞ്ഞില്ലേ. ഈ പലയുടെ അർത്ഥം ആരും ആലോചിക്കുന്നില്ല. എല്ലാ മതസാരവും ഏകം എന്ന് ധ്വനിപ്പിക്കണമെങ്കിൽ എല്ലാ മതസാരവും ഏകം എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ വൃത്തഭംഗം വരും. പക്ഷേ എല്ലാം എന്നുള്ളത് ധ്വനിപ്പിക്കാനായിട്ട് നാരായണ ഗുരുവിന് വേറെ വാക്ക് കിട്ടാതൊന്നും ഇരിക്കില്ല. അദ്ദേഹത്തിന് അറിയാം പലത് എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ആകുന്നുള്ളൂ, എല്ലാം എന്നർത്ഥം. ആ വാക്ക് നാരായണ ഗുരുവിൻ്റെ വായിൽ സ്വാഭാവികമായിട്ട് വരും. ഈ ഋഷിയുടെ വാക്കുണ്ടല്ലോ, നമ്മളൊക്കെ ഈ ആദ്യം അർത്ഥം ആലോചിച്ച് അതിന് പറ്റിയ വാക്ക് കണ്ടുപിടിക്കുകയാണ്. ഋഷി അങ്ങനെയല്ല, വാക്കുച്ചരിക്കും, അതിൻ്റെ പിന്നാലെ അർത്ഥം വരും. അതാണ് ഋഷിയുടെ പ്രത്യേകതയായിട്ട് സംസ്കൃതത്തിൽ പറയുന്നത്. അദ്ദേഹം ഒരു വാക്കുച്ചരിച്ചാൽ അർത്ഥം പിന്നാലെ സഞ്ചരിക്കും, അതിൻ്റെ അർത്ഥം പുറകിൽ വരും. നമുക്ക് ഈ അർത്ഥം പിടിച്ചിട്ട് ഇതിനിപ്പോൾ ഈ അർത്ഥത്തിലൊരു വാക്ക് ഏതാണെന്നൊക്കെ പറഞ്ഞ് ഡിക്ഷണറിയൊക്കെ നോക്കി
ഇതൊക്കെ ചെയ്താണ് നമ്മളൊരു വാക്ക് രൂപപ്പെടുത്തി എടുക്കുന്നത്. അവർക്കതില്ല. അവരുച്ചരിക്കുന്ന വാക്കിന് അവർ വിചാരിച്ച അർത്ഥം വന്ന് ചേരും. വാഗർത്ഥാ വിവസംപൃക്തവും എന്ന് കാളിദാസൻ പ്രാർത്ഥിക്കാൻ കാര്യം അതാണ്. വാക്കും അർത്ഥവും പാർവതിയും പരമേശ്വരനും പോലെ ചേർന്നിരിക്കണം. അത് ഋഷിമാർക്ക് മാത്രമേ പറ്റുള്ളൂ. കാളിദാസൻ ഋഷിയല്ല, അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. നാരായണ ഗുരുവിന് ആ പ്രാർത്ഥനയുടെ ആവശ്യമില്ല. കുമാരനാശാൻ അത് ആവശ്യമുണ്ട്. അതുകൊണ്ട് കുമാരനാശാൻ എഴുതി, ഇന്ന് ഭാഷ ഇത് അപൂർണമങ്ങഹോ വന്നു പോകുമ്പോഴേയും അർത്ഥശങ്കയാൽ. ഇതൊക്കെയാണ് ഈ പലമത സാരവുമേകം എന്ന് പറയുന്നതിൻ്റെ ഈ സാരമിതാണ്. ചില മതങ്ങൾ ഏകമല്ല, എന്നാൽ അനുഭൂതിയുടെ തലത്തിൽ പലപ്പോഴും ഇത് ഏകമാകാൻ സാധ്യതയുണ്ട്. ഞാൻ രാമകൃഷ്ണ മിഷനിലെ സന്യാസിമാരുമായിട്ട് ഇത് ചർച്ച ചെയ്തിരുന്നു. പലമത സാരവുമേകം എന്ന് അവരും പറയാറുണ്ട്. ഓൾ റിലിജിയൻസ് ആർ സെയിം. അപ്പോൾ അതിലെ ഒരു സന്യാസി തത്വമയാനന്ദ, അദ്ദേഹം പ്രബുദ്ധ കേരളത്തിൻ്റെ എഡിറ്ററൊക്കെ ആയിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് പറയുന്നത്, ഞങ്ങൾ പറയുന്നത് അനുഭൂതിയുടെ തലത്തിലാണ്. അനുഭൂതിയുടെ തലത്തിൽ ഒരു ഇൻഡിവിജ്വലും ഈശ്വരനും മാത്രമേ ഉള്ളൂ. ആ ബന്ധം സെയിമാണ് എല്ലാ മതത്തിലും. ഒരു മുസ്ലിം അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അവൻ്റെ ചില ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നന്മ വരുത്തണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹിന്ദു പ്രാർത്ഥിക്കുന്നു, ക്രിസ്ത്യാനി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് എന്തുമായിക്കോട്ടെ, ആ ബന്ധം സെയിമാണ് അവനവനും ഈശ്വരനും. ആ തലത്തിൽ ഇതെല്ലാം സെയിമാണ്. ഇങ്ങനെ അനുഭൂതിയുടെ തലത്തിൽ സെയിമാണ്. അത് നമ്മൾ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും. ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളിയുടെ ബസ് ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ക്രിസ്ത്യാനി കുരിശ് വരയ്ക്കും. എന്തിനാണ്? അതിനകത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടോ? വിഗ്രഹമില്ലല്ലോ ക്രിസ്ത്യാനിക്ക്. ബട്ട് പള്ളി വരുമ്പോൾ കുരിശ് വരയ്ക്കും. മുസ്ലിങ്ങളും പള്ളി വരുമ്പോൾ ഒരു ബഹുമാന സൂചകമായിട്ട് എന്തോ കുനിയോ പിടിക്കുകയോ ഒക്കെ ചെയ്യും. ഇത് ചെയ്യാത്തവരും ഉണ്ട്, ശ്രദ്ധിക്കാത്തവരുണ്ട്. ബട്ട് ഭൂരിഭാഗം പേരും ഒന്ന്. ഏത് യുക്തിവാദിയും പഴവങ്ങാടി ഗണപതിയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഒന്ന് കണ്ണടയ്ക്കും. നോക്കിക്കൊള്ളേ, നമ്മൾ ചില നമ്പറുകളൊക്കെ അടിക്കുന്നുണ്ട്, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചു. ഒരു ചെറിയ നോട്ടം. ഗണപതി അവിടെ ഇരുന്നുകൊണ്ട് ശരി ആയിക്കോട്ടെ, നിൻ്റെ നാടകം നടക്കട്ടെ, നിൻ്റെയും ചിലവ് കഴിയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഗണപതിയും പറയും. അപ്പോൾ ഇങ്ങനെ ഈ എല്ലാ മതങ്ങളും ഇതുപോലെ പെരുമാറുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരേ രീതിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു, ഇത് ചെയ്യുന്നു. പള്ളിയിലും അമ്പലത്തിലും പോകുന്നു. ഇതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കലൂർ പള്ളി. കലൂർ പള്ളിയിൽ പല ആവശ്യങ്ങൾക്കായിട്ട് ചൊവ്വാഴ്ച പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. അതിന് കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പാവക്കുളം ക്ഷേത്രമാണ്. അവിടെയും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പോകും. അവിടെ ഈ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡില്ല, അതുകൊണ്ട് അഹിന്ദുക്കൾക്ക് കയറാം. അപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകുന്നു, അവിടെയും പ്രാർത്ഥിക്കുന്നു. കാരണം ഈ പ്രാർത്ഥന ആരെ ഇത് കേൾക്കാൻ പോകുന്നറിയില്ല. പാവക്കുളത്ത് പാർവതി ഇരിപ്പുണ്ട്, ചിലപ്പോൾ പാർവതി കേൾക്കും. ഇവിടെ കലൂർ പള്ളിയിലിരിക്കുന്നത് ആരാണോ അവർ കേൾക്കും. രണ്ടിലും ഏതായാലും രണ്ടുപേർക്കും ഇരിക്കട്ടെ. അടുത്തുമാണ്. ഇവിടെ മെഴുകുതിരിയാണ്, അവിടെ മെഴുകില്ലാത്ത തിരിയാണ്. എള്ളു തിരി എന്നൊക്കെ പറയുന്ന ഏർപ്പാടാണ് അവിടെ. അപ്പോൾ അതും ചെയ്യും. ആരെങ്കിലും ഒന്ന് കേട്ടാൽ മതി, കഷ്ടപ്പാട് മാറിയാൽ മതി. ആ തലത്തിൽ നോക്കുമ്പോൾ ഇവരെല്ലാം ഒന്നല്ലേ, ഒരേ സ്വഭാവം, ഒരേ പെരുമാറ്റം, ഒരേ പ്രാർത്ഥന, ഇങ്ങനെയാണ്. അപ്പോൾ അനുഭൂതിയുടെ തലത്തിൽ വേണമെങ്കിൽ ഒന്നാണെന്ന് പറയാം. പക്ഷേ ഇത്രയൊന്നും ആരും ആലോചിക്കാറില്ല. ഇത് ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും കൂട്ടത്തിൽ കൂട്ടണം, ഞാൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നവനാണ് എന്ന് വരുത്താൻ ഏറ്റവും എളുപ്പം സർവപന്ഥ സമഭാവ്, സർവധർമ്മ സമഭാവ് ഇങ്ങനെയൊക്കെ പറയും. കാരണം ഈ റിലിജിയൻ എന്ന് പറയുന്നതിന് തുല്യമായൊരു വാക്ക് ഇന്ത്യൻ ഭാഷയിലില്ല. കാരണം ഇന്ത്യയിൽ റിലിജിയൻ ഉണ്ടായിട്ടില്ല, ഉള്ളതിനല്ലേ വാക്കുണ്ടാവുള്ളൂ. റിലിജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവം, ഒരു പ്രചാരകൻ, ഒരു ഗ്രന്ഥം, അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാർ, ഇതാണ് റിലിജിയൻ. ഇങ്ങനൊരു സാധനം ഇന്ത്യയിലില്ല. നിങ്ങളുടെ ഏതാ ഗ്രന്ഥം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ലൈബ്രറി തന്നെയുണ്ട്. ഏതാ ഗ്രന്ഥം? ഭഗവത്ഗീതയാണോ? ജ്ഞാനപ്പാനയാണോ? ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നാൽ പരിശോധന അതനുസരിച്ചാണോ താൻ ജീവിക്കുന്നത്? അല്ല, അതിന് ഇച്ചിരി ഭേദഗതിയൊക്കെ വരുന്നു. ശങ്കരൻ തൻ്റെ വലിയ ആളല്ലേ? ആണ്, പിന്നെ ശങ്കരൻ. എന്നാൽ പിന്നെ താൻ അദ്വൈതത്തിൽ ജീവിക്കാത്തത്? അല്ല, അത് കുറച്ച് മാധവൻ്റെ ഏർപ്പാടൊക്കെ ഉണ്ട്. അത് ശരി, മായം ചേർക്കലാണോ? അത് മാത്രമല്ല, വിശിഷ്ടാദ്വൈതവും ഉണ്ട്, ചാർവാകൻ്റെ സ്വഭാവവും ഉണ്ട്. ഇതൊക്കെ ചേർന്നതാണ് ഹിന്ദു.
അപ്പോൾ ഇതിനെ ഒരു റിലീജിയൻ എന്ന് വിളിക്കാൻ പറ്റുന്നില്ല. ഭരണഘടനയിൽ പോലും ഡിനോമിനേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. ഹിന്ദുവിനൊരു നിർവചനം കൊടുക്കാൻ സാധ്യമല്ല. ഹിന്ദു റിലിജിയൻ എന്ന് പറഞ്ഞൊരു റിലിജിയൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്തേ ഇതാണ് ഹിന്ദുമതം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അത് നോക്കി കഴിയുമ്പോൾ വേറൊരാൾ തലതിരിഞ്ഞാണ് ചെയ്യുന്നത്, എന്നാൽ ഈ കൂട്ടത്തിൽ പെട്ടവനുമാണ്. അതുകൊണ്ട് അംബേദ്കർ വരെ നമ്മുടെ ഹിന്ദു മാരേജസ് ആക്റ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഹിന്ദുവിൻ്റെ നിർവചനം ഏതാണെന്ന് പറയുമ്പോൾ ആരല്ല ഹിന്ദു എന്നാണ്. ദ സിറ്റിസൺസ് ഹു ആർ നോട്ട് ക്രിസ്ത്യൻസ്, നോട്ട് മുസ്ലിംസ്, നോട്ട് പാഴ്സൺസ് അവരാണ് ഹിന്ദുസ്. ഇങ്ങനെ അംബേദ്കർ ആയുധം താഴെ വെച്ചു. ഈ പണ്ടാരക്കെട്ട് ഇത് നിർവഹിക്കാൻ പറ്റില്ല, അതിന് വാക്കുമില്ല. സോ യു ഡോണ്ട് ഹാവ് എ വേർഡ് ഫോർ റിലിജിയൻ. സ്വാമി വിവേകാനന്ദൻ ഇത് പറയുന്നു, റിലിജിയന് വേറെ വാക്കില്ലാത്തത് കൊണ്ട് ധർമ്മം എന്ന് ഞാൻ ഉപയോഗിക്കുന്നു. ധർമ്മയും റിലിജിയനും സെയിം അല്ല, ബട്ട് വേറൊരു വാക്കില്ല. അതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ ഹിന്ദു ധർമ്മം എന്നാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഹിന്ദിയിൽ ധർമ്മനിരപേക്ഷത കുറേക്കാലം ആ വാക്ക് കൊണ്ടാണെന്ന്. അപ്പോൾ പിന്നെ ഇതായി ധർമ്മനിരപേക്ഷത എന്ന് പറഞ്ഞാൽ ഒരു മര്യാദയില്ലാത്ത ജീവിതമില്ലേ, ധർമ്മത്തെ ബേസ് ചെയ്തല്ല ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ മൃഗമാണെന്നല്ലേ അതിനർത്ഥം. അപ്പോൾ ധർമ്മനിരപേക്ഷത പോയി പന്ഥനിരപേക്ഷത വന്നു, സമ്പ്രദായം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോഴും റിലീജിയനൊന്നും ആയിട്ടില്ല, ഒരു സമ്പ്രദായം മാത്രമാണ്. അത് നരേന്ദ്രമോദി ഒരു പോളമിക്സ് എന്നുള്ള രീതിയിൽ, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നു. അതിൽ കവിഞ്ഞുള്ള ഗൗരവം. പക്ഷേ അത് പറയുന്ന സന്ദർഭം സവിശേഷമാണ്. കാരണം വലിയ പോരാട്ടം, തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്നു. പലയിടത്തും ചില മതവിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്ത് മോദി സംസാരിച്ചു എന്നുള്ള അലിഗേഷൻ പറഞ്ഞു. അദ്ദേഹം ഒരു മതത്തിൻ്റെ പേരൊന്നും പറഞ്ഞില്ല എന്ന് അദ്ദേഹം ക്ലാരിഫൈ ചെയ്തെങ്കിലും അപ്പോഴും മതത്തെ അല്ല ടാർഗറ്റ് ചെയ്തത്, ആ വിഭാഗത്തെയാണ് ടാർഗറ്റ് ചെയ്തത്. ഡിസ്ക്രിമിനേഷനാണ് അവിടെ ചൂണ്ടിക്കാണിച്ചത്. ഇന്ന ആളുകൾക്ക് കൂടുതൽ കൊടുക്കും, ഇതാണല്ലോ അദ്ദേഹത്തിൻ്റെ റിസോഴ്സ് റീഡിസ്ട്രിബ്യൂഷൻ. അവരൊരു മതത്തിൽപ്പെട്ടത് ആയതുകൊണ്ടല്ല. ആയിക്കോട്ടെ, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മതത്തിലുള്ളവർക്ക് കൂടുതൽ കൊടുക്കും, അത് വിവേചനമാണ്, ഞാനത് ചെയ്യില്ല, കോൺഗ്രസ് വന്നാൽ അത് ചെയ്യും. ഇതാണ് പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഡൈജസ്റ്റ് എന്തുകൊണ്ട് അത് മതത്തെ വിമർശിക്കലല്ല, മുസ്ലിംസിനെയാണ് ഉദ്ദേശിച്ചത്. ഡിസ്ക്രിമിനേഷൻ വിശ്വാസികളായതുകൊണ്ടാണ് അവർക്ക് കൊടുക്കില്ല എന്ന് പറയുന്നത് അല്ല. ഇത് നോക്കൂ, നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെതിരെ വലിയ കേസുണ്ടായി അദ്ദേഹത്തിൻ്റെ ജാഥ നടക്കുമ്പോൾ ആലുവയിൽ. അപ്പോൾ ഇതേ ലോജിക്ക് ഇത് ആളുകൾക്ക് ഇത് മനസ്സിലാവാത്തതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു മുസ്ലിമായിട്ട് മരിച്ചാൽ മതിയായിരുന്നു. കാരണം മുസ്ലിമിന് 10 ലക്ഷം രൂപ കിട്ടും മരിച്ചാൽ, ഹിന്ദുവിന് 2 ലക്ഷം കിട്ടുള്ളൂ. ആ സമയത്ത് മുങ്ങി മരിച്ച ഹിന്ദു ഉണ്ടായിരുന്നു, 2 പേരുണ്ടായിരുന്നു, 2 4 ലക്ഷം കൊടുത്തു. ഈ നാട്ടിൽ മരിക്കണമെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കണം, അതാണ് പുള്ളിയുടെ പ്രശ്നം. എല്ലാവരും കൂടെ കേസെടുപ്പിച്ചു. ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തു വെള്ളാപ്പള്ളി. ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ജസ്റ്റിസ് ഭവദാസൻ എഴുതി, എനിക്കിത് മനസ്സിലാകുന്നില്ല ഈ കേസ്. എനിവേ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ചോദിച്ചു, ഞാൻ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കുന്നു. ഈ മനുഷ്യൻ റേസ് ചെയ്ത് ഡിസ്ക്രിമിനേഷനാണ്. See, I am getting only 2 lakhs. The other man, because of his religion, he is getting 10 lakhs. If it is not because of religion, explain that it is not because of religion for something else. നിങ്ങളൊരു ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമ്പോൾ സുനിലിന് 10 രൂപയും എനിക്ക് 100 രൂപയും തരുമ്പോൾ അതിന് ന്യായം പറഞ്ഞാൽ പ്രശ്നമില്ല. അതല്ല, ന്യായമൊന്നും പറഞ്ഞില്ല, എനിക്ക് 100 രൂപ, സുനിലിന് 10 രൂപ. സുനിൽ പറയും അയാൾ യുബായിട്ടുണ്ട്, അയാൾക്ക് 100 രൂപ കിട്ടി, ഞാൻ ഷർട്ടിട്ട് പോയി എന്ന് പറഞ്ഞാൽ സുനിലിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ജുബ്ബക്കാരെ മുഴുവനും സുനിലിനെ ആക്രമിച്ചു, അങ്ങനെയല്ല. ഇതല്ലാതെ വേറൊരു ന്യായം അതിൽ കാണുന്നില്ല. ഡിസ്ക്രിമിനേഷൻ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇതിൽ മതവിദ്വേഷമോ സംഗതിയോ ഒന്നുമില്ല. എനിവേ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഗ്രാൻറ്റഡ് എന്ന് പറഞ്ഞാൽ ആ കേസ് ഇപ്പോഴും കിടക്കുകയാണ്, വെറുതെ ഒരർത്ഥവുമില്ലാത്തത്. ഡിസ്ക്രിമിനേഷൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് മതവിദ്വേഷം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഒരു കളിയാണ്. ക്രിസ്ത്യാനികൾ നേരത്തെ കളിച്ചിരുന്നു, പക്ഷേ ഇപ്പം അവരത് ചെയ്യാറില്ല. മുസ്ലിങ്ങൾ വ്യക്തമായിട്ട്, ഞാനൊക്കെ സംസാരിക്കുമ്പോൾ ഇയാൾ മഹാവർഗീയവാദിയാണ്. എന്താ കാര്യം? ഇസ്ലാമിനെ വിമർശിക്കുന്നു. ഇസ്ലാം എന്ന മതത്തെ അല്ല വിമർശിക്കുന്നത്, ഇസ്ലാം എന്ന സമൂഹം സർക്കാരിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ പലവിധ രീതിയിൽ തട്ടിയെടുക്കുന്നു. ഇതാണ് എൻ്റെ പരാതി. അല്ലാതെ ഞാൻ ഖുറാനെ എടുത്തിട്ട് നിങ്ങൾ അല്ലാഹുവിനെ ഒന്നും അല്ല വിമർശിക്കുന്നത്. എനിക്ക് തരുന്നില്ല, എനിക്ക് തരാനുള്ളതിന് കൂടെ എടുത്തിട്ട് അയാൾക്ക് കൊടുക്കുന്നു, തുല്യമായിട്ട് തരുന്നില്ല. ഇതാണ് എൻ്റെ പരാതി. അത് വർഗീയതയല്ല, പക്ഷേ അതിപ്പോൾ വർഗീയതയാക്കി മാറ്റി. അതുകൊണ്ട് ഒരു മനുഷ്യൻ ഡിസ്ക്രിമിനേഷനെ പറ്റി മിണ്ടിപ്പോകരുത് എന്നുള്ള റൂള് എല്ലാവരുടെയും മനസ്സിൽ ഉറച്ചു.
ഇതുകൊണ്ടാണ് സുനിലിനും മോദിയുടെ ആ പ്രസംഗം വർഗീയ പ്രസംഗമാണെന്ന് തോന്നാൻ കാര്യം ഇതാണ്. ഈ റൂള് ഇസ്ലാം സമർത്ഥമായിട്ട് എല്ലാവരുടെയും മനസ്സിലങ്ങ് ഉറപ്പിച്ചു. അവരെ വിമർശിക്കാൻ പാടില്ല. അവരെ വിമർശിച്ചാൽ അത് മതവിമർശനമാണ്, സാമൂഹ്യ വിമർശനമല്ല. വ്യാഖ്യാനിക്കപ്പെടും. ഇന്നലെ ഇപ്പം നോക്ക്, എന്താ ഷാഫി പറമ്പലിൻ്റെ റോഡ് ഷോ, അതിന് വോയിസ് ക്ലിപ്പ് പുറത്തു വന്നില്ല. സ്ത്രീകൾ നമ്മുടെ അനുവദിക്കാത്ത തരത്തിൽ അതിൽ പങ്കെടുക്കണം, നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ആരെങ്കിലും എതിര് പറഞ്ഞോ? എതിര് പറയില്ല. ഷാഫി പറഞ്ഞോ? ഇല്ല, എതിര് പറയില്ല. കാരണം പറഞ്ഞാൽ നിങ്ങൾ ഇസ്ലാമിനെ ആക്രമിച്ചു എന്നാവും. നിങ്ങൾ ആ സാമൂഹ്യ വിമർശനമല്ല നിങ്ങൾ നടത്തുന്നത്, മതവിമർശനം ആണ് നടത്തുന്നത്. ഈവൻ മതവിമർശനം പോലും നടത്തേണ്ടതാണ്. അങ്ങനെ വിമർശിച്ചവനാണ് ചട്ടമ്പിസ്വാമി. ക്രിസ്തുമതഛേദനം എന്ന് പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ച ആളാണ് ചട്ടമ്പിസ്വാമി. അന്നൊന്നും ആർക്കും ഒരു സൂക്കേടും ഉണ്ടായില്ല. മതത്തെ വിമർശിച്ചാൽ എന്താ? നിങ്ങൾ വിമർശിക്കുന്നു. അതേസമയം മതം എന്ന് പറയാൻ പാടില്ലെങ്കിൽ ഹിന്ദുവിനെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിമർശിക്കാം. എന്തു പറയാം? ഇങ്ങനൊരു വോയിസ് ക്ലിപ്പ് ഈ പറഞ്ഞ മുസ്ലിം നേതാവിന് പകരം ശശികല ടീച്ചറിനെയാണ് ആ വോയിസ് ക്ലിപ്പ്. ശശികല ടീച്ചറാണ് ഇത് പറയുന്നത് വെച്ചോ. ഈ ABC ഓഫീസിന് തീയിടും ആൾക്കാർ. ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അല്ല ABC എന്ത് ഇരിക്കട്ടെ ഇല്ലേ? അത്ര വലിയ ബഹളം നടന്നേനെ. ഇപ്പൊ പറഞ്ഞത് മുസ്ലിം ആയതുകൊണ്ട്, സബ്ജക്റ്റ് മുസ്ലിം സ്ത്രീകളായതുകൊണ്ട് ഒരൊറ്റ എണ്ണത്തിന് നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴുകാർ പോലും ഇല്ലാത്ത മഹാ ദുർബലന്മാരായ ആളുകളുടെ സമൂഹമാണ് കേരളം. അപ്പോൾ ഈ റെട്ടറിക്ക് നരേന്ദ്രമോദിയും പറയുന്നു എല്ലാ മതവും തുല്യമാണ്, ഹാപ്പി. പക്ഷെ ബട്ട് നോ മുസ്ലിം, നോ ക്രിസ്ത്യൻ വർത്ത് ഹിസ് സോൾട്ട് വിൽ മേക്ക് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. നോബഡി ഹാസ് എവർ മെയ്ഡ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ക്രിസ്ത്യൻസിലോ മുസ്ലിങ്ങളിലോ ഒന്നും അവർ എല്ലാ മതവും തുല്യമാണെന്ന് പറയില്ല. ഹിന്ദു ഈ വൺ വേ പ്രേമമായിട്ട് ഈ ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും പിന്നാലെ എന്നെ ഒന്നും പ്രണയിക്കും, എല്ലാ മതവും തുല്യമല്ലടാ പുറവില്ല അവിടെ നിന്ന്, അല്ല അങ്ങനെ പറയല്ലേ എന്ന് പറയുന്നത് എന്തൊരു നാണക്കേട്. എന്തിനാണ് മോദി ഇത് പറഞ്ഞതെന്നാണ് എൻ്റെ സംശയം. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് പൊളിറ്റിക്സ്. ആവശ്യമുണ്ടാവും. അതുകൊണ്ടല്ലേ ഇടയ്ക്ക് അതും ആ ഒരു ഗുണ്ടും അടിക്കണം. അല്ല പെട്ടെന്ന് അതുകൊണ്ടായിരിക്കും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പെട്ടെന്ന് അങ്ങനെയൊന്നും അല്ല. അത് മോദി ഇതിനു മുമ്പും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പശ്മണ്ട മുസ്ലിംസിന് വേണ്ടിയിട്ട് കരഞ്ഞിട്ടുണ്ട് മോദി. യു ഹാവ് നോട്ട് ഫോളോഡ് ഹിം ക്ലോസ്ലി, ദാറ്റ് ഇസ് വൈ യു ആർ സർപ്രൈസ്ഡ്. സംഭവം പശ്മണ്ട മുസ്ലിംസ് അങ്ങനെ ഒരു വിഭാഗമുണ്ട് മുസ്ലിങ്ങളിൽ. അല്ല മോദി കരഞ്ഞത് എന്തിനാ? അവർക്ക് അവരുടെ പിന്നോക്കാവസ്ഥ കണ്ട്, അവരുടെ പിന്നോക്കാവസ്ഥ ഒരു വലിയ ഇതായിരുന്നു, പുള്ളിയുടെ ഒരു പ്രശ്നമായിരുന്നു. ഇനിയും അതുണ്ടാവും. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബഹളമൊക്കെ കഴിയുമ്പോൾ വീണ്ടും അതുണ്ടാവും. മോദി, ഞാൻ പറയാറില്ലേ, മോദി ഈസ് എ പൊളിറ്റീഷ്യൻ ഓൾസോ. ഏത് എപ്പോൾ എവിടെ പറയണം എന്നൊക്കെ നിശ്ചയമുള്ള പൊളിറ്റീഷ്യൻ. മോദി ഇങ്ങനെ പറഞ്ഞതിൽ TGക്ക് നിരാശയുണ്ടോ? ഏത് ഇങ്ങനെ പറഞ്ഞതിൽ? എനിക്കൊരു നിരാശയില്ല. കാരണം അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് എനിക്കറിയാം. ഞാനെന്തിനു നിരാശപ്പെടണം? പൊളിറ്റിക്സിൽ ഇതൊക്കെ പറയും. ഹിന്ദുവിൻ്റെ ഒരു ദൗർബല്യമല്ലേ ഈ പറച്ചിൽ? ആണ്, പക്ഷെ ഹിന്ദുവിൻ്റെ ഒരു സ്വഭാവവും കൂടെയാണ്. ഈ ദൗർബല്യവും ശക്തിയും ഒക്കെ ചേർന്നതാണല്ലോ സ്വഭാവം. അതിൽ ദൗർബല്യത്തിൽപ്പെട്ടതാണ് ഈ സാധനം. ബട്ട് ഇറ്റ് ഈസ് റിക്വയർഡ് ഇൻ പൊളിറ്റിക്സ് സോ ദാറ്റ് ദ അതർ പാർട്ടി ഈസ് ഹാപ്പി. ബട്ട് ദ അതർ പാർട്ടി വിൽ നെവർ സേ ദാറ്റ് പ്രാണം പോയാലും ഒരു ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഇത് പറയില്ല. ആത്മവഞ്ചനയില്ലേ ഈ പറച്ചിലിൽ? ഉണ്ട്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആത്മവഞ്ചനയും കൂടെ ചേർന്നതല്ലേ. വെറും വഞ്ചനയല്ല, ആത്മവഞ്ചന. മറ്റുള്ളവരെ വഞ്ചിക്കുകയും അവനെ സ്വയം വഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കലാപരിപാടിയാണ് പൊളിറ്റിക്സ്. അത് കേട്ടാൽ മതി. ഞാൻ പറയുന്നത് ഒരുപക്ഷെ സിൻസിയർലി അദ്ദേഹം ഇത് വിശ്വസിക്കുന്നുണ്ടാവാം. ഈ മോദി ഈ പറഞ്ഞ ഈ കോമൺ ഹിന്ദുവിൻ്റെ അതിലെ അങ്ങ് സഞ്ചരിക്കുന്ന ഒരു ഹിന്ദുവാണ്. ഹീസ് ആൻ ഏബിൾ അഡ്മിനിസ്ട്രേറ്റർ, ഷ്രൂഡ് പൊളിറ്റീഷ്യൻ, ബട്ട് ഹീ ഈസ് നോട്ട് എ ഫിലോസഫർ. അല്ല, ഹിന്ദുവിന് എന്തിനൊരു മതേതര മോദിയെ വേണം? അല്ല, അപ്പം അത് വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് ഹിന്ദു അതിന് സിഗ്നൽസ് കൊടുക്കുന്നുമുണ്ട്. മതേതര മോദിയെ വേണോ വേണ്ടേ എന്നൊക്കെ അതിൻ്റെ കോൺസിക്വൻസസ് മോദി നോക്കിക്കോളും. ഞാൻ പറയും, ഒരു പൊളിറ്റീഷ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുമ്പോൾ അതിൻ്റെ ഗുഡ് ഓർ ബാഡ് കോൺസിക്വൻസസ് ആ മനുഷ്യൻ തന്നെ സഹിക്കേണ്ടി വരും.
ഇതിനിപ്പോൾ എന്ത് കോൺസിക്വൻസ് ഉണ്ടാകും? ഇത് ആരെങ്കിലും എടുത്തിട്ട് വലിയ വിവാദമാക്കുകയാണെങ്കിൽ കോൺസിക്വൻസ് ഉണ്ടാകും. അതല്ലെങ്കിൽ സാധാരണഗതിയിലുണ്ടല്ലോ എല്ലാ മതവും തുല്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു അസ്വസ്ഥത തോന്നാറില്ല. പക്ഷേ എന്നെപ്പോലെയും ടി ജിയെ പോലെ ഒരുപാട് പേർക്ക് ഇത് അസ്വാഭാവികം അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാതെ വരില്ലേ? എനിക്കത് തോന്നാറില്ല. കാരണം ഇതിലും കടുത്ത വലിയ സന്യാസിമാർ ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ രാമകൃഷ്ണ മിഷനിൽ തത്വാനന്ദ സ്വാമിയോട് ചോദിക്കാൻ കാര്യം. കാരണം തത്വാനന്ദ സ്വാമി വളരെ ലിബറലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അത് അനുഭൂതി തലത്തിലാണ്. ഈ ചോദ്യകർത്താവിൻ്റെ മനസ്സ് മനസ്സിലാക്കി രണ്ട് കാര്യത്തിലാണ് നമ്മൾ പലപ്പോഴും പഴച്ചു പോകുന്നത്. ഒന്ന് ചോദ്യത്തിന് ഉത്തരം പറയണം, വേറൊന്ന് ചോദ്യകർത്താവിന് ഉത്തരം പറയണം. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഒരു 10 വയസ്സുള്ള കുട്ടി മോഹൻലാലല്ലേ അച്ഛാ ഏറ്റവും നല്ല നടൻ എന്ന് പറഞ്ഞാൽ, ഇനി മോഹൻലാൽ അല്ലെങ്കിൽ പോലും അച്ഛൻ എന്ത് പറയും? അതെ എന്ന് പറയും. അത് ചോദ്യകർത്താവിനുള്ള ഉത്തരമാണ്. ചോദ്യത്തിൻ്റെ ഉത്തരം വേറെയാണ്. ബട്ട് ചോദ്യകർത്താവിന് അപ്പോൾ വേണ്ട ഉത്തരം എന്താ? അത് കൊടുക്കുക. മനസ്സിലായി. ഇപ്പം രണ്ട് രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്യാം ഓരോ ചോദ്യവും. ഒന്ന് ചോദ്യത്തിന് ഉത്തരം പറയണോ അതോ ചോദ്യകർത്താവിന് ഉത്തരം പറയണോ? ഞാനിപ്പോൾ സുല്യമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയും. കാരണം ചോദ്യകർത്താവിനൊരു അജണ്ടയില്ല എന്നെനിക്ക് വിശ്വാസം. ബട്ട് ചോദ്യകർത്താവിന് അജണ്ട ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചോദ്യത്തിൻ്റെ ഉത്തരമായിരിക്കില്ല, ചോദ്യകർത്താവിനുള്ള ഉത്തരമായിരിക്കും കൊടുക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഐ എം ഹേറ്റഡ് ബൈ സോ മെനി പീപ്പിൾ. ബിക്കോസ് എനിക്ക് ഈ ചോദ്യം കേൾക്കുമ്പോൾ മനസ്സിലാകും ഇത് ചോദ്യമാണോ അതോ ചോദ്യകർത്താവിൻ്റെ മനോഭാവമാണോ. ചോദ്യകർത്താവിന് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ചോദ്യകർത്താവിന് ഞാൻ പിടിക്കപ്പെട്ടു എന്നൊക്കെ തോന്നും. മറ്റേ കൊച്ചുകുട്ടിയാണ്, അവൻ്റെയും ലോഡഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ലീഡിങ് ക്വസ്റ്റ്യൻ എന്ന് പറയും. മോഹൻലാലാണ് ഏറ്റവും വലിയ നടൻ എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവന് ചോദിക്കുന്നത്. മോഹൻലാൽ അല്ലേ ഏറ്റവും വലിയ നടൻ? അതേ മോനെ, സമാധാനം, തുള്ളിച്ചാടി അവൻ പോകും. ഇതല്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹൃദയം തകരും. അതുകൊണ്ട് നമ്മൾ മോഹൻലാലാണെന്ന്, നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ മമ്മൂട്ടിയെന്നോ സുരേഷ് ഗോപിയെന്നോ ആയിരിക്കും. ബട്ട് ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഈ കൊച്ചുകുട്ടിയെ തൃപ്തിപ്പെടുത്താൻ നമ്മളത് പറയും. പക്ഷേ മോദി പറഞ്ഞിരിക്കുന്നത് ചോദ്യമില്ലാതെയുള്ള ഉത്തരവാണ്. അല്ല, അത് ഈ പലതും ഉണ്ടല്ലോ, പല സ്റ്റേറ്റ്മെൻറ്റ്സും ഇങ്ങനെ സ്വാഭാവികമായിട്ട് വരും. ഈ ഒരു പ്രസംഗത്തിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നമ്മളിങ്ങനെ അനലൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പൊളിറ്റിക്കൽ സ്പീച്ചാണ് ഇതെല്ലാം. ഹിയർ ആഫ്റ്റർ പാർലമെൻറ്റിൽ പലപ്പോഴും പൊളിറ്റിക്കൽ സ്പീച്ചാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാനും അല്ലെങ്കിൽ തോൽക്കുമെന്ന് കാണുമ്പോൾ അയാളെ കൂടെ ചേർത്ത് ഒരു പോയിന്റ് അങ്ങ് അവതരിപ്പിക്കാനും ഒക്കെയുള്ള എനിക്ക് സാമർഥ്യം. മോദി പറഞ്ഞ ഒരു വാചകം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. പിക്ചർ അബി ഭി ബാക്കി ഹൈ. അരെ പിക്ചർ തോ ബഹുത് ബാക്കി ഹൈ, ബഹുത് ബാക്കി ഹൈ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.